സിനിമയിൽ ചിലപ്പോഴൊക്കെ പോലീസ് മർദ്ദനത്തിന് വിധേയനാകുന്ന കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ക്യാമറയ്ക്ക് മുന്നിലുള്ള അനുഭവമാണ്. പക്ഷെ ജീവിതത്തിൽ അത് ഒരുപാട് നേരിട്ട ഒരാളെന്ന നിലയ്ക്ക് അടിയന്തരാവസ്ഥക്കാലത്ത് നേരിടേണ്ടി വന്ന ക്രൂരമായ പോലീസ് മർദ്ദനം, ലോക്കപ്പിലെ ആ ഭീകരമായ രാത്രികൾ, പിന്നീട് ജയിൽവാസം, ഇതെല്ലാം ശേഷം ആ ചോര പുരണ്ട ഷർട്ട് ഉയർത്തിപ്പിടിച്ച് നിയമസഭയിൽ അങ്ങ് നടത്തിയ പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ്. ആ ഷർട്ട് അങ്ങ് ഇന്ന് സൂക്ഷിക്കുന്നുണ്ടോ? ഇപ്പം എൻ്റെ കയ്യിലില്ല. ഇപ്പം എൻ്റെ കയ്യിലില്ല. പക്ഷെ അതുവരെ ഞാൻ സൂക്ഷിച്ചിരുന്നു. അതൊക്കെ ഒരു പ്രത്യേക അനുഭവത്തിലുള്ളതാണല്ലോ. നമ്മളെ ലോക്കപ്പിൽ ഞാനന്ന് ചെറുപ്പമാണ്, അതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്ന് പറയാം. പക്ഷേ നമ്മുടെ അടിച്ച് തോല് പൊളിക്കുക എന്ന് പറയുന്നില്ലേ, എൻ്റെ ഈ ശരീരത്തിൻ്റെ തൊലി പൊളിഞ്ഞു പോയിരുന്നു. ഈ അടി കൊണ്ടിട്ട് നീര് കെട്ടിയിട്ട് അതിൻ്റെ ആ തൊലി പോയിട്ട് വേറെ തൊലി വന്നിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് അത്തരത്തിലുള്ളതായിരുന്നു തല്ല്. പിന്നെ ഈ ഒരു മിന്നലിങ്ങനെ വരും. ഈ അടി ഈ ഭാഗത്തൊക്കെ കൊണ്ടാൽ കണ്ണിൽ ഒരു മിന്നുന്ന പോലെ തോന്നും. അങ്ങനെയൊക്കെയുള്ള തല്ലായിരുന്നു അത്. അത് വളരെ വളരെ കടുത്ത മർദ്ദനായിരുന്നു. അല്ല, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയായി ഭരണം നടത്തുമ്പോൾ അന്ന് പോലീസ് മർദ്ദനമേറ്റ് കിടന്ന 28-29 വയസ്സുകാരൻ ഓർമ്മയിൽ വരാറുണ്ടോ? കാര്യം ശരീരത്തിലെ മുറിവിനേക്കാൾ വലിയ പോറലുകൾ അന്ന് മനസ്സിലേറ്റിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ മാനസികാവസ്ഥ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അല്ല, അത്തരം ഒരവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പൊതുവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക്കപ്പിലുള്ള മർദ്ദനത്തോട് ഒരു ദയയും കാണിക്കാറില്ല. അത്തരം ഉദ്യോഗസ്ഥരോട് കടുത്ത സമീപനം സ്വീകരിക്കുന്ന നിലയാണ് സ്വീകരിച്ചു പോകാറ്. ഏതെങ്കിലും തരത്തിൽ ഒരു ലോക്കപ്പ് മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ട് ഒരാൾ മരണപ്പെട്ടു എന്നൊരു കേസ് വന്നാൽ നമ്മളത് ഇവിടെ പോലീസ് അന്വേഷിക്കാൻ പാടില്ല എന്നുള്ള നില തന്നെ എടുത്തിരിക്കുകയാണ്. അത് ഉടനെ CBIക്ക് കൊണ്ടുവന്നതാണ്. കാരണം ഇവിടുത്തെ ഏജൻസി തന്നെ അന്വേഷിക്കാൻ പാടില്ല എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അത് ആ നില തന്നെ സ്വീകരിച്ചു പോവുകയാണ്. അതെല്ലാം ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അത് നിസ്സഹായരായ മനുഷ്യനെ ക്രൂരമായി മർദ്ദിക്കുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. അങ്ങ് നേരത്തെ പറഞ്ഞൊരു കാര്യമാണെങ്കിലും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇന്ന് നേരിടുന്ന ഒരു ദുരവസ്ഥ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും വ്യാജ ആരോപണങ്ങളും നേരിടേണ്ടി വരുന്നു എന്നതാണ്. അത് രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, കലാരംഗത്തും ഒക്കെ ഉണ്ട്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളെ അങ്ങ് ഒരുപാട് നേരിട്ടിട്ടുമുണ്ട്. ഇങ്ങനെ പതരാതെ നേരിടാൻ പ്രാപ്തനാക്കിയത് അങ്ങയുടെ രാഷ്ട്രീയ പശ്ചാത്തലമാണോ, അത് മറ്റു ജീവിതാനുഭവങ്ങളാണോ? അത് നമ്മുടെ മനസ്സെപ്പോഴും ക്ലീൻ ആയിരിക്കണം. നമ്മുടെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാകരുത്. നിങ്ങളൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ ആ ആരോപണത്തിൻ്റെ ഭാഗമായുള്ള എന്തെങ്കിലും ഒരു അംശത്തിൻ്റെ പങ്കാളിത്തം നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു കുറ്റബോധം വരും. ഒന്നുമില്ലാത്തൊരു കാര്യം പറഞ്ഞു കേൾക്കുമ്പോൾ അതിനൊരു ചിരിയോടെ നേരിടാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ എന്തെല്ലാം ആരോപണങ്ങൾ വന്നിരിക്കുന്നു. അത് ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങൾ എൻ്റെ പേരിലുള്ളതാണെന്ന് വന്നിരുന്നു. ഒരു വീട് തന്നെ കാണിച്ചുകൊണ്ട് അത് എൻ്റെ വീടാണ് എന്ന്, മറ്റൊരാളുടെ വീട് എൻ്റെ വീടാണെന്ന് കാണിച്ചുകൊണ്ട് വാർത്തകൾ വന്നു. ആ വീട്ടുടമ തന്നെയാണ് എന്നെ അറിയിക്കുന്നത്, ഇതെൻ്റെ വീടാണ്, നിങ്ങളുടെ വീടല്ല. ഇങ്ങനെയാണ് വാർത്ത വന്നിട്ടുള്ളത്. പിന്നെ സിംഗപ്പൂർ കമല ഇൻ്റർനാഷണൽ, അങ്ങനെ ഒരു കമ്പനിയുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ. അപ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, ഒരു തരത്തിലും ബാധിക്കേണ്ട കാര്യമില്ല. അതിന് എന്നെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ അങ്ങനെ ഒരു രൂപത്തിലേക്ക് എത്തിക്കുന്നത്, തെറ്റുകൾ നമ്മൾ ചെയ്യരുത്. എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഇതേവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് ഞാൻ ചെയ്തു എന്ന് എനിക്ക് ബോധ്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വലിയ തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നുണ്ട് നമ്മൾ കാണണം. ഇപ്പോൾ ഒരു അനുഭവം ഞാൻ പറഞ്ഞാൽ, മുൻപ് അന്ന് ഞാൻ മന്ത്രിയൊന്നുമല്ല, ഞാൻ പിന്നെ പാർട്ടിയുടെ ഒരു പ്രധാനിയായിട്ട് നിൽക്കുന്ന കാലമാണ്. അങ്ങനെ ഒരാൾക്ക് ഒരു ട്രാൻസ്ഫർ വേണം. ഒരാളുടെ മകനാണ്, പാവപ്പെട്ടൊരു മനുഷ്യനാണ്. അയാൾ എൻ്റെ അടുത്ത് വന്നു. ഞാനത് ബന്ധപ്പെട്ട ആളെടുത്ത് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഒരു ഇടയ്ക്ക് നാട്ടിൽ ചെല്ലുമ്പോഴാണ് ഇത് വരുന്നത്. ഇദ്ദേഹമാണെങ്കിൽ ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. എനിക്ക് വീട്ടിലെത്താൻ വേണ്ടി ചിലപ്പോൾ പുഴ കടന്നു പോകണം. ഇപ്പോൾ രാത്രി ഇപ്പോൾ ചിലപ്പോൾ 11 മണി അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ ഇദ്ദേഹത്തെ പോയി വിളിച്ചിട്ട് ഇദ്ദേഹമാണ് തോണി എന്നാണ് നമ്മൾ പറയുക, വഞ്ചിക്ക് ആ തോണിയിൽ ഇങ്ങോട്ട് കടത്തുന്നത്. അങ്ങനെ ബന്ധമുള്ള ഒരാളാണ്. ചെറുപ്പം മുതലേ എന്നെ അറിയുന്ന ആളാണ്. പക്ഷേ ഒരു 2-3 തവണ ഇദ്ദേഹം വന്നതിന് ശേഷം ഒരു ദിവസം എന്നോട് പറയുകയാണ്, അല്ല ഞാൻ എന്തെങ്കിലും വേറെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറയും. അപ്പോൾ എനിക്കത് പെട്ടെന്ന് എനിക്ക് മറ്റൊരു തോന്നലുണ്ടാകുന്നില്ല. നിങ്ങളെന്ത് ചെയ്യാനാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല ഞാൻ മറ്റെന്തെങ്കിലും വീണ്ടും പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയമായി. എന്താ നിങ്ങൾ പൈസയായിട്ടാണോ ഉദ്ദേശിക്കുന്നത് ചോദിച്ചേ? അതെ. അപ്പോൾ ഞാൻ കുറേ കൂടി മാറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ നിർത്താം, എഴുന്നേറ്റ് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അതത്രയും ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നുള്ളൂ, മറ്റൊന്നും നിങ്ങളായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങളിപ്പോൾ ഇറങ്ങിക്കോളൂ. അപ്പോൾ പിന്നെ അദ്ദേഹം പോയി അവിടെയുള്ള ആൾക്കാരോട് എനിക്കിങ്ങനെ അബദ്ധം പറ്റിപ്പോയി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. എനിക്ക് പിന്നെയും വിരോധമില്ല. പിന്നെ ആ പാവത്തിൻ്റെ മകന് പിന്നെ ട്രാൻസ്ഫർ കിട്ടുകയും ചെയ്തു, ഒരു കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിലൊരു ധാരണ. ഇത് ഇങ്ങനെ നമ്മളെ ചെറുപ്പത്തിലെ അറിയുന്ന ആൾക്ക് പോലും ഇങ്ങനെ തോന്നുകയാണ്, ഇങ്ങനെ ചെയ്യാൻ പറ്റൂലേ. അത് നാടിൻ്റെ ഒരു രീതിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ നിൽക്കാൻ അന്നും കഴിഞ്ഞിട്ടുണ്ട്, ഇന്നും കഴിയുന്നുണ്ട്, നാളെയും അതിന് മാറ്റം വരില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പൂർണ്ണ ബോധ്യം.